ഹായ് ഹലോ, ഞാൻ വീണ്ടും എത്തി കേട്ടോ എൻ്റെ അടുത്ത ഡേ ഇൻ മൈ ലൈഫുമായിട്ട്. ആ ഡേ ഇൻ മൈ ലൈഫിൽ ഇവരൊക്കെ ഉണ്ട് കേട്ടോ, സ്പെഷ്യൽ ഗസ്റ്റാണ് ഇവരൊക്കെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫുഡൊന്നും കുക്ക് ചെയ്തല്ല അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അല്ലയില്ല, വീടിൻ്റെ അടുത്ത് പേർഷ്യൻ പാലറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. വീക്കെൻഡിൽ അവിടെ ബൊഫേ ഉണ്ട്, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാ പെയ്യുന്നു മഴ. എങ്കിൽ പിന്നെ മഴയുടെ വീഡിയോ എടുത്തേക്കാം. ഗ്ലാസ്സിൽ കൂടെ എടുത്തിട്ട് ഒരു സംതൃപ്തി തോന്നാഞ്ഞിട്ട് കഴിച്ചെല്ലാം കഴിഞ്ഞ് കയ്യൊക്കെ കഴുകി താഴെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് മഴ തോന്നു കഴിഞ്ഞപ്പം തിരിച്ച് റൂമിലേക്ക്. ഇനി അടുത്തത് ഉച്ചക്കലത്തേക്കുള്ള സ്പെഷ്യലാണ്. ഇവർ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിന് വറ്റേന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. മീൻകറി മാത്രം പോരല്ലോ, എന്തെങ്കിലും ഒരു പച്ചക്കറിയും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് ക്യാബേജ് എടുത്തിട്ട് തോരന് അരിയാം എന്ന് വിചാരിച്ചു. നേരത്തെയൊക്കെ ഉണ്ടല്ലോ ഈ ക്യാബേജും ബീട്രൂട്ടും ഒക്കെ തോരൻ വയ്ക്കുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു മടി ഫീൽ ചെയ്യത്തതേയില്ല. എന്താണെന്നറിയാമോ, ഇപ്പോൾ ഈ ചോപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ക്യാബേജ് പീസായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ചോപ്പറിലിട്ട് വലിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഭൂരിഭാഗം അഭിപ്രായം പ്രമാണിച്ച് മീൻകറി വയ്ക്കുന്നത് മാർട്ടിനാണ്. മാർട്ടിൻ്റെ മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഷാർജയിലൊക്കെ പോകുമ്പോൾ പുട്ട് മാർട്ടിൻ വെച്ച മീൻകറി കൂട്ടി കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഈ ജഗബോഗയൊക്കെ കഴിഞ്ഞ് തിരക്കെല്ലാം മാറി മീൻകറിയും റെഡിയായി, ക്യാബേജ് തോരനും റെഡിയായി, ചോറും റെഡിയായി, സൈഡായിട്ടൊരു മോരുകറിയും കൂടെ വെച്ചായിരുന്നു കേട്ടോ. വിശപ്പ് കാരണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ടാറ്റ ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്.